അബ്സ്ട്രക്ട് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം 2016 വളരെ പ്രത്യേകതയുള്ള ഒരു സിനിമയാണ്. കന്നഡയിലും മലയാളത്തിലായിട്ടാണ് ഒരുങ്ങുന്നത്. അപ്പോൾ എന്തായാലും സിനിമ റിലീസ് ആകുമ്പോൾ നമുക്ക് അതിൽ വളരെ പ്രിയപ്പെട്ട രണ്ടുപേരാണ് നമ്മളോടുള്ള, സിദ്ധാർത്ഥ് ആൻഡ് ജോൺ. അപ്പോൾ ശേഷം 2016 അല്ലേ മലയാളത്തിൽ, കന്നഡയിൽ ശേഷ. ഓക്കെ, സിദ്ധാർത്ഥ് നിന്ന് തുടങ്ങാം. എന്താണത്? പോസ്റ്ററൊക്കെ കണ്ടിട്ട് ഒരു ഭയങ്കര ത്രില്ലർ സംഭവമാണ്. പക്ഷേ ഈ പോസ്റ്ററിൽ അവിടെ ഞാൻ സിദ്ധാർത്ഥിനെ കണ്ടില്ല. ആക്ച്വലി ഇത് ഞാൻ പറയാം, ഇത് കന്നഡ അവരടിച്ച് അപ്ഡേറ്റ് ചെയ്ത് സിദ്ധാർത്ഥേട്ടനും വേണം, ഡെയിനും വേണം, ശ്രീധേട്ടനൊക്കെ വേണ്ടതാണ്. എന്തുകൊണ്ടാണ് എനിക്ക് അടിച്ചെന്ന് മനസ്സിലായിട്ടില്ല. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദ്വിഭാഷ ചിത്രമാണ്, ബൈലിംഗൽ ഫിലിമാണ്. മലയാളത്തിൽ അങ്ങനെ അത്തരം സിനിമകൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്യാം ദത്ത് ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ തമിഴിലും മലയാളത്തിലും കൂടെ ചെയ്ത സിനിമയാണ്. അതെ അതെ അതെ, രണ്ട് ഭാഷയിലും കൂടിയാണ്. ഓ ശരി. അതേപോലെ തന്നെ നേരം, അൽഫോൺസ് പുത്രന്റെ നേരം എന്ന് പറഞ്ഞ സിനിമ. കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ മാറ്റി നാസർ സാർ അവിടെ ചെയ്തത്, മനോജ് പണ്ട് ഐവിശേഷ് സാർ ചെയ്തിട്ടുള്ള അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ സിനിമ, രജനീകാന്ത്, കമൽഹാസൻ രണ്ട് ഭാഷയിൽ ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാടെന്ന് പറഞ്ഞ പണ്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ USA എന്ന് പറഞ്ഞ രാജീവ് അഞ്ചല്, മാധവനൊക്കെ, ഇതൊക്കെ ബൈലിംഗലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ശ്രേണിയിൽ വരുന്ന സിനിമകളിൽ ഒന്നാണ് ശേഷം അഥവാ ശേഷ എന്നുള്ളത്. അത് മലയാളത്തിന് ശേഷം എന്നുള്ള പേരിലാണ് ഇറങ്ങുന്നത്. ഇതൊരു ഡബ്ബിംഗ് പടമല്ല, ഇത് രണ്ട് വ്യത്യസ്ത സിനിമകൾ. ആൾക്കാർക്ക് വരും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മലയാള വേർഷനകത്ത് മലയാള നടന്മാരുണ്ട്, ഈ കന്നഡ വേർഷനിൽ കന്നഡ നടന്മാരുണ്ട്. ഇത് കൂടാതെ ഈ സിനിമയുടെ ഒരു ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ഇതൊരു കർണാടക കേരള അതിർത്തിയിൽ നടക്കുന്ന ഒരു സിനിമയായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കന്നഡ ഭാഷയും മലയാള ഭാഷയും ഒക്കെ സൈമിൾട്ടേനിയസ്ലി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് ഇതിനകത്ത് ഉള്ളത്. നിങ്ങൾ രണ്ട് ഭാഷയിലും നിങ്ങളുണ്ട്. ഐ മീൻ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ചില ക്യാരക്ടേഴ്സ് മാത്രം മാറുന്നുള്ളൂ. ഓക്കെ, ഇതില് ജോൺ പോലീസ് ഓഫീസർ ആണ് അല്ലെ? എന്താണ് ഇതിലൊരു എന്താ പറയാ, ഒരു ലുക്ക് കണ്ടിട്ട് അപ്പൊ അങ്ങനെ ഈ പറഞ്ഞൊരു പോലീസ് സ്റ്റേഷൻ നടക്കുന്ന ഒരു സ്റ്റോറി, ഒരു നൈറ്റ് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് ഞാൻ മെയിനാണ്, ചേട്ടൻ മെയിനാണ്, എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. എല്ലാവർക്കും അത്രയും സ്പേസ് ഉണ്ട് സ്ക്രീനിൽ, ഏകദേശം എല്ലാവർക്കും ഒരേ സ്പേസ് ആണ്. അപ്പൊ എന്നിലൂടെയാണ് കഥ പോകുന്നെങ്കിലും എല്ലാവർക്കും ഒരേപോലെ. അങ്ങനെ ഹീറോയിസ് ഒന്നും ഇപ്പൊ പടത്തിലില്ല. ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെ പറയുന്ന സ്ക്രിപ്റ്റ് തന്നെയാണ്. എങ്ങനെയാ നിങ്ങൾ അതിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയത്? നമ്മളെ തേടി വരുമായിരുന്നു ചെയ്തത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചത് എന്നെ തേടി വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ ദേവതയും അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത്. അല്ല, ഈ ഒരു കന്നഡ ഡയറക്ടർ ആണല്ലോ. അല്ല, ഈ ഒരു ടീമിന് നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടോ, അതോ എങ്ങനെയാണ് അവരിവിടെ വന്നത്? അദ്ദേഹം ഇവിടെ എനിക്ക് തോന്നുന്നു മലയാളത്തില് അന്വേഷിച്ച്, അങ്ങനെ പുള്ളി മലയാള സിനിമകൾ ഒരുപാട് കാണുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പുള്ളി കണ്ടെത്തിയിട്ടുള്ള ആളുകളായിട്ടാണ് രണ്ട് സൈഡിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ബേസും, പിന്നെ അതുപോലെ അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കിയിട്ടാണ്. കാരണം കണ്ടു തോന്നിക്കണം, ഞാൻ കന്നഡയ്ക്കാണെന്ന് തോന്നിക്കണം. അതുപോലെ ചേട്ടനതുപോലെ അങ്ങനെ തോന്നിക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പറഞ്ഞല്ലേ, പുള്ളി അതുപോലെ ഒരുപാട് മലയാളം പടങ്ങൾ കാണുന്നു. അപ്പൊ മലയാളത്തിൽ നിന്ന് പുള്ളി നമ്മളെ പിക്ക് ചെയ്തത്. ശ്രീജിത് രവി അഭിനയിക്കുന്നുണ്ട്, ഡെയിൻ അഭിനയിക്കുന്നുണ്ട്, രാജീവ് പിള്ള അഭിനയിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കുറെ ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ നിന്നുണ്ട്.